റോഡിലെ വഴുക്കൽ മൂലം നടക്കാൻ പോലും സാധിക്കില്ല മണലൂർ പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്നുള്ള മഹാത്മാ റോഡിൽ. അശാസ്ത്രീയമായ നിർമ്മാണമാണ് റോഡ് ഉപയോഗിക്കാൻ പറ്റാതാക്കിയതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. അരുകുകളിലൂടെ വെള്ളം ഒഴുകി പോകാനുള്ള സൗകര്യമില്ലാതെ റോഡ് മുഴുവൻ ടൈൽ വിരിച്ചതാണ് അപകടക്കെണിയൊരുക്കിയിരിക്കുന്നത്. മഴ പെയ്താൽ വെള്ളം റോഡിൽ നിന്ന് കൃത്യമായി ഒഴുകി പോകുന്നില്ല. ടൈൽ വിരിച്ചതിൻ്റെ അടിയിലും വെള്ളമാണ്. പതിവായി വെള്ളം കെട്ടിനിൽക്കുന്നത് മൂലം പായൽ നിറഞ്ഞ് വഴുക്കുന്നത് മൂലം ഉപയോഗശൂന്യമായി കിടക്കുകയാണ് റോഡ്. ഇതുമൂലം പ്രദേശത്തെ നിരവധി വീട്ടുകാരാണ് യാത്രാ സൗകര്യമില്ലാതെ ദുരിതത്തിലായിരിക്കുന്നത്. വിദ്യാർത്ഥികളടക്കം ഏറെ പണിപ്പെട്ടാണ് ഇതിലൂടെ പോകുന്നത്. നിർമ്മാണ സമയത്തു തന്നെ റോഡിന്റെ അശാസ്ത്രീയത പഞ്ചായത്ത് അംഗത്തെയും കരാറുകാരെയും ബോധ്യപ്പെടുത്തിയിരുന്നുവെങ്കിലും അത് വകവയ്ക്കാതെ നിർമ്മാണം നടത്തുകയായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. മണലൂർ പഞ്ചായത്തിൻ്റെ 13-ാം വാർഡാണ് ഈ സ്ഥലം. ഇതിൽ നമ്മൾ മെമ്പറോട് വളരെയധികം കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു തവണ ഈ ടൈലിട്ടത് കഴിഞ്ഞ വേനൽക്കാലത്ത് ടൈലിട്ടതായിരുന്നു. അത് പൊളിച്ച് വീണ്ടും ചെയ്തതാണ്. അന്ന് നമ്മൾ പറഞ്ഞു തന്നെയാണ് ഇവിടെ കോൺക്രീറ്റ് വിജയിക്കുള്ളൂ. കോൺക്രീറ്റ് അല്ലാതെ വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. കാരണം ഈ ടൈലിൻ്റെ അടിയിൽ വെള്ളം നിൽക്കുകയാണ്, മേലെക്കൂടിയും വെള്ളം പോകുന്നുണ്ട്. കാനയ്ക്കുള്ള സൗകര്യം ഇവിടെ ഇല്ല. വളരെ കറക്റ്റായിട്ടുള്ള വീതി മാത്രമേ ഈ റോഡിനുള്ളൂ. അതുകൊണ്ട് വെള്ളം മുഴുവൻ റോട്ടിൻ്റെ മേലെക്കൂടിയാണ് പോയിക്കുന്നത്, ടൈലിട്ടതിൻ്റെ മേലെക്കൂടി. അപ്പോൾ ആ ഒരു കാരണം വെച്ചാൽ എന്ത് തന്നെയായാലും സ്ലിപ്പിങ് പോവില്ല. അതിനനുസരിച്ച് റോഡ് ഉയരുമ്പോൾ സൈഡിൽ കുറച്ചെങ്കിലും കാന വരും. അപ്പോൾ അതല്ല അങ്ങനത്തെ കൊണ്ട് ഈ സംവിധാനത്തിൽ ഒരുപാട് പേര് വീണു. 2 വീലർ വീഴാന്ന് പറഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. അതിനൊരു പരിഹാരം കാണാൻ പഞ്ചായത്ത് മെമ്പറോട് നമ്മൾ പല തവണയായിട്ട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇത് എന്തെങ്കിലും ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റുള്ളൂ, എത്രയും പെട്ടെന്ന്. അല്ലെങ്കിൽ ഇതേമാതിരി അപകടങ്ങൾ ഉണ്ടായിട്ട് എൻ്റെ വൈഫ് തന്നെ വീണിട്ടുള്ള ഒരു അനുഭവം. 7 സ്റ്റിച്ചിട്ടുണ്ട് തലയിൽ. അതിവിടെ ബേബി മെറ്റൽ കിടന്നിട്ട്. എന്നിട്ട് നമ്മൾ അന്ന് അവരോട് പറഞ്ഞിട്ട് ആരും ഒന്നും ചെയ്യാതെ വന്നപ്പോൾ ആൾ വീണ പ്രശ്നങ്ങളായപ്പോൾ ബേബി മെറ്റൽ എങ്ങോട്ട് പോയെന്ന് ഞങ്ങൾക്കറിയില്ല. അതുവരെ കോൺട്രാക്ടരോട് ഇവർ പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. കോൺട്രാക്ടറും വെറുതെ റോഡിൽ ഇട്ട് പോയിരിക്കായിരുന്നു. റോഡ് ഉയർത്തി അരികിൽ കാന നിർമ്മിച്ചാലേ ഈ പാത ഉപയോഗിക്കാനാകൂ.